ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്ക് ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 26ൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ് ആണ് കാണിക്കുന്നത്. അത് ഇന്നലെ ഇട്ട പാട്ട് തന്നെയായിരുന്നു, നമ്മുടെ ഓണം പാട്ടിലെ എടിജിത്തി മുല്ലേ ചെമ്പരത്തി, ആ പാട്ട് തന്നെയായിരുന്നു ഇന്നും റിപ്പീറ്റ് ഇട്ടത്. അപ്പോൾ പാട്ട് തുടങ്ങണേക്ക് മുമ്പ് തന്നെ നമ്മുടെ ജിസയിൽ ഓടിപ്പോയി ആര്യനോട് എന്തോ സുഖാനും പറയുന്നുണ്ടാവുന്നത് നമ്മൾ കേൾക്കുന്നില്ല. എന്താ പറഞ്ഞതെന്ന് അറിയില്ല. ഭയങ്കര ഹാപ്പിയിലാണ് പോയി പറയണതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്നലെ രാത്രിയത്തെ കണ്ടിന്യൂവേഷനായിട്ട് അനുമോൾ ആര്യനോട് പോയി ചോദിക്കണം, നീ എൻ്റെ എന്തെങ്കിലും എടുത്തോ. അനുമോളുടെ ബാത്ത് കിറ്റാണ് കാണാത്തത്, അത് കാണുന്നില്ല. അപ്പോൾ അത് ആര്യനോട് പോയി ചോദിക്കണം, നീ ഇന്നലെ എൻ്റെ എന്തെങ്കിലും എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ആര്യം പറയുന്നുണ്ട്, നീ കണ്ടോ എന്ന്, അതായത് ഞാൻ എടുക്കുന്നത് നീ കണ്ടോ എന്ന് ആരും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർ സംസാരിക്കുന്ന ഇടയിൽ ചപ്പാത്തി കളി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ആര്യൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വാഷ്റൂം ഏരിയയിലും അനുമോൾ ഇത് അന്വേഷിച്ചുകൊണ്ട് നടക്കണം. കാരണം അപ്പോഴല്ലേ നമുക്ക് പണിപ്പുരയിൽ നിന്ന് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ. അത് കിട്ടി കുറച്ച് കഴിഞ്ഞാണ് അനുമോളുടെ ഈ സാധനം കാണാതായത്. അപ്പോൾ ഈ ആര്യം വരുന്നുണ്ട്, എൻ്റെ ടൂത്ത് ബ്രഷ് കാണാനില്ല, നീ മോഷ്ടിച്ചതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അവിടെ ജിസയിൽ നിൽക്കുന്നുണ്ട്. ജിസയിലിനോട് പറയുന്നുണ്ട്, എൻ്റെ ഇവള് മോഷ്ടിച്ചു ടൂത്ത് ബ്രഷ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട്, ആദ്യം CID ആയി കളിക്കും, എന്നിട്ട് പിന്നെ ഇവരെന്നെ മോഷ്ടിച്ച് മാറ്റുകയും ചെയ്യും എന്നൊക്കെ ജിസയിൽ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നത്, നിങ്ങൾ കണ്ടോ ഞാൻ മോഷ്ടിച്ചത്, നിങ്ങൾ എന്നെ കള്ളിന്ന് വിളിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോള് ബെഡ്റൂമിൽ അനുമോളുടെ ഒരു പാവുണ്ടല്ലോ, നമുക്ക് ഫേവറേറ്റ് ആയ ഒരു സാധനം വീട്ടിലേക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞപ്പോൾ അനുമോൾ വീട്ടിൽ നിന്ന് ഒരു പാവന എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അവളുടെ ബെഡിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരോ തട്ടി താഴെ ഇട്ടേക്കണം. അപ്പോൾ അത് ചോദിക്കുമ്പോൾ പറയും ആര്യനാണ് ഇട്ടത് എന്ന് പറയും. അപ്പോൾ ആര്യനോട് വന്ന് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എൻ്റെ പാവനെ തട്ടി താഴെ ഇട്ടത് എന്നുള്ളത്. ഇത് LKG പിള്ളേരെക്കാണ്. അപ്പോഴാകുമ്പോൾ അപ്പുറത്തുനിന്ന് ആര്യം വന്ന് പറയണേ, നീ എൻ്റെ ടൂത്ത് പേസ്റ്റ് മോഷ്ടിച്ചില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിൻ്റെ പാവനെ പഞ്ച് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ആര്യൻ പറയുന്നത്. നീ പോടാ ഒരുപാട് അഭിനയിക്കാണ്ട് എന്നൊക്കെ ആര്യനെ ഒരുപാട് വിളിക്കുന്നുണ്ട്. നീ പോടാ പെണ്ണാളാ, പെൺകോന്ത, കോഴി, നിനക്ക് പുറത്ത് പോകുമ്പോൾ കുറേ പേരുകളുണ്ടാവും ഈ കണക്കിന്, മൂത്തവരെ ഇതാക്കാൻ നടക്കുകയല്ലേ നീ, മൂത്ത പെൺകുട്ടികളെ വളക്കാൻ നടക്കുകയല്ലേ നീ എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ കുറേ ആര്യനെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോളോട് നമ്മുടെ ആദില വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം. ആദില വന്ന് എന്താണ് നിങ്ങൾക്ക് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നത്, നിങ്ങൾക്കറിയില്ലേ എൻ്റെ സാധനങ്ങൾ വന്നിട്ട് അത് ഇവിടെ ഉള്ളവരെല്ലാവരും അടിച്ചു മാറ്റിയും കൊണ്ടിരിക്കുകയാണ്, ഇവർക്കൊക്കെ എന്താ എന്നോട് ഇത്ര പ്രശ്നമെന്ന് എനിക്ക് അറിയില്ല പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആദില പറയുന്നുണ്ട്, ഇവിടെ ഉള്ളവന്മാർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്, എല്ലാവരോടും കടിയാണ് എന്നൊക്കെ ആദിലയും പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയുകയാണ്, എല്ലാം കൂടെ തിന്നാൻ കിട്ടിയിട്ടേ എല്ലിൻ്റെ ഇടയിൽ കുത്തലാണ് ഇവിടെ ഇവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണേ, എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യണേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റെന ഫാത്തിമ, എന്തിനാ ബിഗ് ബോസ് അനുമോളെ പോലെ ഒരു കണ്ടസ്റ്റൻ്റ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്, ഒരു തരത്തിലുള്ള കണ്ടൻറ്റും ഇല്ല, ഒന്നുമില്ല, ഇത്രയും ലോ ക്വാളിറ്റി കണ്ടസ്റ്റൻറ്റിനെയൊക്കെ എന്തിനാ കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവള് കിച്ചണിൽ നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നത്, നീ ഇറങ്ങി പോടി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് റെന ഫാത്തിമ അനുമോളിനെ ചൈനീസ് ഭാഷയിലുള്ള ഒരു തെറി വിളിക്കുന്നുണ്ട്. അത് ഒരിക്കലും വിളിക്കാൻ പാടില്ല, ഒരാളെയും വിളിക്കാൻ പാടില്ല. വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഷൂ ഹാങ് എന്നാണ് വിളിച്ചത്. അതിൻ്റെ മീനിങ് വന്നിട്ട് ക്രീപ്പി അങ്കിൾ, പിന്നെ കുറേ മീനിങ്സ് അതിനുണ്ട്. അതൊന്നും നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. ആ രീതിയിലുള്ള തെറിയാണ് വിളിച്ചിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ വിളിക്കാൻ പാടില്ല, ആരെയും വിളിക്കാൻ പാടില്ല. ഇതൊക്കെ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അങ്ങനെ ഇത്രക്കും മാത്രം വിളിക്കാൻ എന്താ ഉള്ളത്. പിന്നെ നമ്മുടെ അക്ബറും ശരത്തും പട്ടിയുടെ മോന്തയാണ്, പട്ടിയാണ് പാത്രം കഴുകണത് എന്നൊക്കെ അനുമോളെ വിളിക്കും. ഇതൊക്കെ പേഴ്സണൽ ഗ്രഡ്ജായിട്ട് എടുത്തിട്ട് ഇത്രയൊക്കെ വേർഡ്സ് ഇവർ വിടുമ്പോൾ ഒരാളെ എന്തിനിങ്ങനെ വിടേണ്ട ആവശ്യം. ഇതൊക്കെ ഇവരെ പറഞ്ഞാൽ ഇവർ സമ്മതിക്കുമോ? ഇപ്പം റെന ഫാത്തിമ വിളിച്ചല്ലോ, അത് റെന ഫാത്തിമാനെ തിരിച്ച് ആരെങ്കിലും വിളിച്ച് റെന ഫാത്തിമ സമ്മതിക്കുമോ? റെന ഫാത്തിമ വിളിച്ച ഇത് അവൾക്ക് മീനിങ് അറിയോ ഇല്ലയോ? റെന ഫാത്തിമ ഇപ്പോൾ മീനിങ് അറിയാണ്ട് എന്തായാലും അതൊരു ചീത്തയാണെന്ന് അറിയാലോ. അത് വിളിച്ചത് കേൾക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ശരത്ത് പറയുന്നുണ്ട്, റെന അത് വിളിക്കരുത്, അങ്ങനെ വിളിക്കരുത് എന്ന് പറയും. ഞാൻ വിളിക്കും ചേട്ടാ,
ഞാൻ അവളെ വിളിക്കും. പിന്നെ എന്താണ് ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബിന്നി വന്ന് പറയുന്നുണ്ട് അങ്ങനെ വിളിക്കരുത്, അത് വിളിക്കരുത് പറയുന്നുണ്ട്. അപ്പോഴും വിളിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് രന ഫാത്തിമ പറയുന്നത്. ഭയങ്കര വൃത്തികെട്ട മീനിങ്ങിലുള്ള വാക്കാണ് അത്. ഒരാളും വിളിക്കാൻ പാടില്ല. ഈ ഒരുപാട് സീരീസൊക്കെ കണ്ടിട്ട് പിള്ളേരൊക്കെ ആ രീതിയിലേക്ക് ആയി പോകുന്നുണ്ട് തോന്നുന്നു. വെറും 19 വയസ്സായ പെൺകുട്ടിയല്ലേ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുമോ? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒന്നും അർത്ഥം നമ്മുടെ അനുമോൾക്ക് അറിയില്ല തോന്നുന്നു. അല്ലെങ്കിൽ തീർച്ചയായും ഇങ്ങനെ വിളിച്ചതിന് അവൾ മറുപടി കൊടുക്കേണ്ടതാണ്. ഇപ്പം നമുക്കും ഇതിൻ്റെ അർത്ഥം അറിയില്ല. നമ്മളിപ്പോൾ ട്രാൻസ്ലേറ്ററൊക്കെ എടുത്ത് നോക്കിയിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്കും ഇതിൻ്റെ മീനിങ് എന്താണ്. നിങ്ങൾ വിളിക്കണ കേട്ടപ്പോൾ ഞാനും ആലോചിച്ചു ഇതെന്തുന്നാ ഈ വിളിക്കണേ, എന്തോ ചീത്തയാണെന്ന് മനസ്സിലായി, എന്താണെന്ന് മനസ്സിലായി. ട്രാൻസ്ലേറ്റർ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായി ഇത്രയും വലിയൊരു കാര്യമാണ് വിളിച്ചേക്കണേന്ന്. തീർച്ചയായും അത് ലാലേട്ടൻ വന്ന് ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിച്ചിരുത്തിയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്കൊരു അതിഥി ഉണ്ട്, എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരു പാട്ട് തയ്യാറാക്കി ഇതിൻ്റെ അവിടെ പോയി നിൽക്കണം അവരെ സ്വീകരിക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാട്ടൊക്കെ തയ്യാറാക്കി അവരെ സ്വീകരിക്കാൻ പോയി നിൽക്കുന്നുണ്ട്. നമ്മുടെ സ്പൈക്കുട്ടനാണ് വരുന്നത്. അപ്പോൾ സ്പൈക്കുട്ടനെ സ്വീകരിച്ച് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവിടുത്തെ വൃത്തി എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാൻ വന്നതാണ്, അത് ചെക്കിങ്ങിന് വന്നതാണ് സ്പൈക്കുട്ടൻ എന്ന് പറയുന്നുണ്ട്. അപ്പം സ്പൈക്കുട്ടൻ വന്നിട്ട് എല്ലാവരുടെയും ക്ലീൻ ആണോ എന്നൊക്കെ നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് കാണിക്കുന്നത് നിവീന് കൺഫെഷൻ റൂമിൽ വന്നിരിക്കുമ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ബിഗ് ബോസിനോട് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇനി ഇങ്ങനെ പ്രവർത്തിക്കില്ല, എനിക്കിതിൻ്റെ വാല്യൂ ഇതിൻ്റെ പുറത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പുറത്ത് സ്പൈക്കുട്ടൻ ഇങ്ങനെ വൃത്തിയൊക്കെ നോക്കിയിട്ട് നമ്മുടെ കൺഫെഷൻ റൂമിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നുണ്ട്. കൺഫെഷൻ റൂം തുറന്ന് അവരാക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിവീൻ ഇരിക്കുന്നു. ഭയങ്കര ആർപ്പും വിളിയും കണ്ട പാടെ. പിന്നെ അതിനുശേഷം വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. എനിക്ക് തോന്നുന്നു നിവിൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഗെയിം ഒന്ന് ചേഞ്ച് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ആരോടും വലിയ ഇൻട്രാക്റ്റ് ഒന്നും ചെയ്യുന്നില്ല നിവിൻ. ഓടിപ്പോയി പിന്നെ എന്താ പറയുക ആദിലേനെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് ആദിലേക്ക് സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ആദിലയെ ഹഗ് ചെയ്യുന്നുണ്ട്, അനുമോളെ ഹഗ് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട് എനിക്ക് ഇവരൊന്നും ഒരു ടാർഗറ്റ് അല്ല. അപ്പം അതിനുശേഷം അപ്പാനി അവരൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആദിലയും നൂറയും ഒരു ടാർഗറ്റ് ഇല്ല, അവരുടെ ഗെയിമാണ് കളിച്ചത് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും നിവിൻ ഗെയിം മാറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെ കുറച്ച് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്തോ പറഞ്ഞിട്ടോ ഒക്കെയാണ് വന്നിരിക്കുന്നത് നിവിൻ. അത് നമുക്ക് ആ കുറച്ച് സമയത്ത് തന്നെ ആ ഒരു മാറ്റം അവിടെ പോയി നിവീനല്ല വന്നത്. അപ്പം ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദില, ന്യൂറ, നമ്മുടെ അനുമോളും ഒക്കെ പൗഡർ റൂമിൽ പോയിരുന്ന് സംസാരിക്കുന്നതാണ്. ഇവൻ വന്ന് ഇനിയിപ്പോൾ ഇവൻ നമ്മളെ എന്താക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഇതൊരു പാർട്ട് ഓഫ് ഗെയിമായി കണ്ടാൽ മതി, അവൻ്റെ ഗെയിം കളിച്ചു, നമ്മൾ നമ്മുടെ ഗെയിം കളിച്ചു, അത്രയേ ഉള്ളൂ. അല്ല ഇനിയിപ്പോൾ എല്ലാവരും കൂടെ നമ്മളെ കൊല്ലുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ അതിൽ പറയേണ്ട അങ്ങനെ കൊല്ലുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചത്താപ്പൊളി, ഇവനെ പോലെ 10 പ്രാവശ്യം ചാവേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ, അതായത് അവൻ പോയിട്ട് തിരിച്ച് വന്നതാണല്ലോ. അപ്പോൾ അതിന് അങ്ങനെ അതിൽ പറയുന്നുണ്ട്. എന്നിട്ട് അനുമോള് പറയുന്നുണ്ട് ഈശ്വര ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു, ഇവൻ വന്ന് ആ ഗ്രൂപ്പ് ഹാപ്പിയായി, ഇനി എന്തൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നുള്ള എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നിവിൻ കിച്ചണിൽ പോയിട്ട് പറയുന്നുണ്ട് ഞാൻ കിച്ചൺ ടീമാണ്, ബട്ട് ഞാനിവിടെ എനിക്കിഷ്ടമുള്ളപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിനുശേഷം ആര്യൻ നിവിനെ വിളിച്ചിട്ട് വന്നിട്ട് രഹസ്യമായി പറയണ അനുമോളുടെ കിറ്റ് ഞാനെടുത്ത് അപ്പുറത്തോട്ട് എറിഞ്ഞു, ആരോടും പറയരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ തന്നെ നിവിൻ പറഞ്ഞു ഓ എനിക്ക് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ നിവിൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ഒരുപാട് ഒരു ഇൻട്രാക്റ്റൊന്നും ആരോടും ചെയ്യുന്നില്ല നിവിന്, അങ്ങനെ തന്നെ വേണം അവൾക്ക് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പോയി. അതിനുശേഷം പിന്നെ നിവിന് വാഷ്റൂം ഏരിയയിലെ ക്യാമറയിൽ വന്ന് നോക്കി പറയാണ് ഞാൻ ഇവിടുന്ന് പോയത് വലിയ തെറ്റാണ്, എന്നെ തിരിച്ചു കൊണ്ടുവന്നതിന് ബിഗ് ബോസിനോട് നന്ദി, പ്രേക്ഷകരോട് നന്ദി എന്ന് നിവിൻ വിചാരിച്ചിരിക്കുന്ന പ്രേക്ഷകരുടെ ഭയങ്കരമായി പിന്തുണയും കാര്യങ്ങളും കൊണ്ടാണ് ബിഗ് ബോസ് വീണ്ടും തിരിച്ച് നിവിനെ കയറ്റിയിരിക്കുന്നത് എന്നുള്ള ഒരു ഇതിലാണ് നിവിൻ ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകരോട് ഭയങ്കര നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഗെയിം കളിക്കാൻ പോകുന്നത്, ഇവിടെ നിന്ന് ആ വഴി അങ്ങനെ പോയതാണെങ്കിൽ എൻ്റെ ജീവിതം മുഴുവൻ സങ്കടത്തിലായേനെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ശരത്തും
അക്ബറും തമ്മിൽ സംസാരിക്കുന്നതാണ്. ഷാനവാസിൻ്റെ മുഖത്ത് അത്ര വലിയ വെട്ടമൊന്നുമില്ല. ശൈത്യ പിന്നെ കുഴപ്പമില്ല, നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ശരത്തിനോട്, എനിക്കിവിടെ ആകെ നിന്നെ മാത്രമേ വിശ്വാസമുള്ളൂ, ആരെപ്പോൾ കാല് മാറുന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, നീ നിൻ്റെ ഗെയിം മാറ്റണ സമയം നിനക്ക് മാറ്റിയാണ്, ഞാൻ ഇനി എതിർത്ത് കളിക്കാൻ പോവുകയാണ് എന്നുള്ള സമയം എന്നോടൊന്ന് പറഞ്ഞിട്ട് വേണേ ചെയ്യാൻ എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് ബെഡ്റൂമിൽ കാണിക്കുന്നത് അക്ബർ, ശരത്ത്, ബിന്നി, രന, ഫാത്തിമ, നിവീൻ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ നിവീനോട് ചോദിക്കുന്നുണ്ട്, എന്താ ആദിലയും നൂറയും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോഴാണ് നിവീൻ പറയുന്നത്, അവരവരുടെ ഗെയിം കളിച്ചു, ഞാൻ എൻ്റെ ഗെയിം കളിക്കുന്നു, അത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, അവരുടെ ലൈഫിൽ നീ അവരെ പിരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനത്തെ രീതി. അത് ഞാനൊരു തമാശയായിട്ട് ആ സമയം പറഞ്ഞതാണ്. അത് തമാശയായി അവർക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്. എന്തായാലും ഞാൻ അവരെ ഇനി ടാർഗറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബെഡ്റൂമിൽ നിന്ന് എല്ലാവരും ഇപ്പോഴത്തെ ഹോളിൽ വന്നിരുന്നിട്ട് ഈ അക്ബർ വെറുതെ ഈ പാരഡി പാടിക്കൊണ്ടേയിരിക്കണം, ഓരോരുത്തരും വെറുപ്പിച്ചുകൊണ്ട് അനുമോളിനെ നോക്കിയിട്ട് പാടുന്നുണ്ട്. സന്തോഷം പോയല്ലോ അനുമോളെ, പ്ലിങ്ങായിപ്പോയല്ലോ ആദില, നൂറ എന്നുള്ള രീതിയിലൊക്കെ പാരഡി പാടുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, പോയ ആളാണ് ഒരു ഇതുമില്ലാണ്ട് തിരിച്ചു വന്നിരിക്കുന്നത് നാണം കെട്ടിട്ട്, അല്ലാതെ ഞങ്ങൾ പോകുന്നു പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പം അവനെയാണ് നിങ്ങൾ പാടേണ്ടത്, അല്ലാണ്ട് ഞങ്ങളെയല്ല. അവൻ കയറി വന്നതിനിപ്പോൾ ഞങ്ങൾക്ക് എന്താണ് എന്നുള്ള രീതിയിൽ നൂറ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം നൂറയും ആദിലയും തമ്മിലിരുന്ന് സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, ആദില അതിനിപ്പോൾ നമ്മൾ തുണിയില്ലാണ്ടൊന്നും നിൽക്കണില്ലല്ലോ, നമ്മൾ നേരാവണ്ണം തന്നെയല്ലേ നിൽക്കണത്, ഇറങ്ങി പോകും എന്ന് പറഞ്ഞിട്ട് കയറി വന്നവനിക്ക് നാണല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് നാണിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനീഷ് പാത്രം കഴുകുന്നില്ല, പാത്രം കഴുകാൻ പറഞ്ഞിട്ട് അവിടെ ഒരു സംസാരം നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കേണ്ട ആൾക്കാരെയാണ്. എല്ലാവരും രന, ബിന്നി, നിവീനെയാണ്. നിവീൻ കാരണം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിവീനെ സ്വച്ഛാധിപതിയായിട്ട് ഭയങ്കര നന്നായിട്ട് ഇത് ചെയ്തു എന്നുള്ളതും, രനയും ബിന്നിയും മറ്റേ ടാസ്കുകൾ ഉണ്ടായിരുന്നല്ലോ ബില്ലടക്കാനുള്ള, ആ ടാസ്കുകൾ വളരെ നന്നായി ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവർ രണ്ടുപേരെയും ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആദിലയും നൂറയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ രേണു ചേച്ചി, അവർ രേണുവിനാണ് വോട്ട് ചെയ്തത്, രേണു ചേച്ചി ക്യാപ്റ്റൻ ആവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പറയുമ്പോൾ രേണു പറയുന്നുണ്ട്, നമ്മളെന്നും ആരും ഇവിടെ ക്യാപ്റ്റനിലേക്ക് നോമിനേറ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ശൈത്യയും അനുമോളും പൗഡർ റൂമിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ശൈത്യ പറയുന്നുണ്ട്, നമ്മളൊക്കെ സ്വയം ക്യാപ്റ്റൻ ആണെന്ന് അങ്ങനെ വിചാരിക്കുക, അല്ലാതെ നമ്മളെ അവരും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, നമ്മളൊക്കെ അങ്ങനെ ഈ നോമിനേഷനിൽ വരണമെങ്കിൽ അവരോട് നന്നായി സംസാരിച്ച് നല്ല രീതിയിൽ ഇരുന്നാലേ നമ്മളെയും നോമിനേറ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ശൈത്യ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ക്യാപ്റ്റൻസി കിട്ടാത്തതാണ് നല്ലത്, ഒരാളുടെ സഹതാപത്തിലും ഒരാളുടെ ഗ്രൂപ്പിൽ പോയി ചേർന്നിട്ടും ഒരു ക്യാപ്റ്റൻസി അത് അത്ര നല്ല കാര്യമൊന്നും അല്ല എന്ന് ശൈത്യ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ആര്യൻ, ശരത്ത്, അക്ബറൊക്കെ പുറത്ത് ഊനാലയിൽ ഇരുന്ന് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ഓനിയലിനെ ഷാനവാസ് പോലും വോട്ട് ചെയ്തില്ല ക്യാപ്റ്റൻസിക്ക് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പോലും എനിക്ക് വോട്ട് ചെയ്തില്ലല്ലോ എന്ന് ഓനിയലിന് സങ്കടമായിരിക്കും. പിന്നെ ബിന്നിയും രന, ഫാത്തിമ, അപ്പം ഇവിടെ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്, എന്തായാലും നിവീൻ തന്നെ ക്യാപ്റ്റൻ ആവുള്ളൂ ഗെയിം കളിച്ചിട്ട് എന്ന് പറയുമ്പോൾ ആര്യൻ പറയുന്നുണ്ട്, അതങ്ങനെ പറയരുത്, രന ആവാനാണ് ചാൻസ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നത്, ബിന്നി ഇപ്രാവശ്യമെങ്കിലും ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ ഇനി ബിന്നിക്ക് ഞാൻ വോട്ട് കൊടുക്കില്ല എന്ന രീതിയിലും ആര്യൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് ജയിൽ നോമിനേഷൻ. ജയിൽ നോമിനേഷനിലേക്ക് 10 വോട്ടുകൾ അനീഷിനും 11 വോട്ട് അനുമോൾക്കും, എല്ലാവരും അനുമോൾക്കാണ് വോട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബെഡ്റൂമിൽ ആര്യം പറയുന്നുണ്ട്, ആക്ച്വലി ശൈത്യ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് മനസ്സിലാവണില്ല അവൾ, കാരണം ശൈത്യ ഇവർ ഐസ്ക്രീമൊക്കെ എടുത്ത സംഭവത്തിൽ നമ്മുടെ ജിസേലിനെയാണ് ജയിൽ നോമിനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു ഫുഡ് തന്നതിന് പോലും ഞങ്ങളത് കഴിച്ചതിന് ഇഡിയറ്റ് എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര റൈസായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആര്യന് ശൈത്യനെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയും അവൾ എന്ത് ഇതാണ് കൊടുക്കുന്നത്, കണ്ടൻ്റാണോ കൊടുക്കുന്നത്, അവൾക്ക് വിഷമാണോ അവൾക്ക് സന്തോഷമാണോ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല, ആ രീതിയിലാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഭയങ്കര ഒച്ചത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് അനുമോള്, ശൈത്യ, ആദില, നൂറയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, നിനക്ക് സംസാരിക്കില്ല, കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, എന്തിന് കേൾക്കേണ്ട ആവശ്യം, നമ്മളെ അവർ കളിയാക്കിക്കൊണ്ടിരിക്കണം, അവരവിടെ കളിയാക്കിക്കോട്ടെ, നമ്മൾക്കത് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന്
അനുമോള് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ജിസേൽ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഫുഡ് എടുത്ത് നിവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ, അനുമോളല്ലേ പറഞ്ഞത് രേണുസുതിക്ക് ഫുഡ് കൊടുക്കും കേക്ക് കൊടുക്കുന്ന സമയത്ത് ഡയബറ്റീസ് ഉണ്ട് എന്നൊക്കെ. എന്നിട്ട് ഇപ്പോൾ എന്നെ പറയുന്നത് ജിസേൽ ഇഡിയറ്റ് എന്ന് വിളിച്ചതും അവർക്ക് എന്തിനാ ഫുഡ് കൊടുത്തു എന്ന് ചോദിച്ചതും ഒക്കെ നമ്മൾക്ക് എപ്പിസോഡിൽ കണ്ടതാണ്. എന്നിട്ടിപ്പോൾ അങ്ങനെ പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പുറത്ത് അവരൊക്കെ റൂമിലിരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ അനുമോളും അവരൊക്കെ സംസാരിക്കുമ്പോൾ അനുമോള് പറയേണ്ടത്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ജിസേൽ എന്ത് തന്നെ തെറ്റായി ചെയ്താലും ഇവിടുത്തെ ആണുങ്ങളൊന്നും അവളെ എതിർത്തൊന്നും പറയണില്ല, അവളിനെ ഒരു നോമിനേഷനിൽ പോലും ഇടുന്നില്ല, ആ തെറ്റൊന്നും ചൂണ്ടിക്കാണിക്കണ പോലും ഇല്ലയെന്ന് അനുമോള് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോള് പറയുന്നുണ്ട്, ഒന്നും അടുത്തേക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആദില നൂറ ഷൈത്തിനെയും വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ മൈക്ക് മാറ്റിയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, മൈക്ക് മാറ്റിയിട്ട് പറയണ്ട, മൈക്ക് ഇട്ട് തന്നെ നിനക്ക് എന്താണോ പറയാനുള്ളത് അത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും, പിന്നെ അവർ നിന്നെ കളിയാക്കും, എന്തിനാ അത് കേൾക്കാൻ നിൽക്കണം, നീ മൈക്ക് ഇട്ടിട്ട് പറഞ്ഞോ എന്നുള്ള രീതിയിൽ പറയല്ലേ, നിനക്ക് ഇപ്പോൾ പറയണമെങ്കിൽ ഇപ്പോൾ പറയണ്ട, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അനുമോള് മൈക്ക് ശരിക്കും ഒരു ഏകദേശം കറക്റ്റായിട്ടിട്ട് സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 3 പേര് ഒഴികെ എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത്, അതെന്തുകൊണ്ട് നിന്നെ ടാർഗറ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് നിന്നെ ഇഷ്ടമല്ല, നീ സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ടാണ് അവർ നിന്നെ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നിനക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട്, അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യണമൊക്കെ ഞങ്ങളോട് പേഴ്സണലായി ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പറഞ്ഞവരുണ്ട്, അതുകൊണ്ട് നീ അത് വിചാരിക്കണം, നീ സ്ട്രോങ് ആയത് കൊണ്ടാണ് എല്ലാവരും നിന്നെ ടാർഗറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ബിഗ് ബോസ് അനൗൺസ് ചെയ്ത്, അനുമോൾ മൈക്ക് നേരെയിട്ട് സംസാരിക്കൂ, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ. അപ്പോഴത്തേനും അപ്പുറത്തുനിന്ന് കളിയാക്കലും വന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബെഡ്റൂമിൽ ബിന്നി പറയുന്നതാണ്, നിവീനോട് പറയാണ്, അവർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയല്ല വന്നത്, ഞങ്ങളായി കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, അത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇൻഫ്ലുവൻസ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നിവീനോട്. അപ്പം നിവീൻ ഒന്ന് പറഞ്ഞിട്ടൊക്കെ ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, എൻ്റെ ഈ കൈ ഉണ്ടല്ലോ, എൻ്റെ ഈ കൈ കൊണ്ടാണ് ആ പിള്ളേർക്ക് ഞാൻ ഫുഡൊക്കെ വാരി കൊടുത്തത് എന്നുള്ള രീതിയിൽ ശരത്ത് ഒരു ദിവസം അവർ പിണങ്ങി, ഈ ജിസേലിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ പിണങ്ങി പുറത്ത് പോയിരുന്നു. അപ്പോൾ ശരത്ത് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവർ ചോദിച്ചല്ല, ശരത്തായിട്ട് പോയിട്ട് ഫുഡ് തരട്ടെ, ചേട്ടൻ വാരി തരട്ടെ, ഒരു ചേട്ടൻ കളിക്കാൻ നിന്നതാണ്, വാരി കൊടുത്തതുമാണ്, അല്ലാതെ അവർ ചോദിച്ചിട്ടുമില്ല, അവർ പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് എൻ്റെ ഈ കൈ കൊണ്ടാണ് അവർക്ക് ഫുഡ് വാരി കൊടുത്തത്, എന്നിട്ട് അവരെന്നെ ചേട്ടാന്ന് മാത്രമേ വിളിച്ചുള്ളൂ, അവരൊരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ, അതായത് നിവീൻ പുറത്ത് പോകുന്ന സമയത്തും ഇവർ നട്ടലുണ്ടെങ്കിൽ പുറത്ത് പോയെന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെ ചൂണ്ടി അത് തെറ്റാണ്, നിങ്ങൾ എന്തിനാ അവരെ പ്രൊവോക്ക് ചെയ്തതെന്ന് ചോദിച്ചതിന് ശേഷം ഇപ്പോൾ അവർ ചേട്ടാന്നല്ല വിളിക്കുന്നത്, ശരത്ത് എടോ പോടോ എന്നൊക്കെ ആയി. അപ്പോൾ ഓരോ സാഹചര്യം വരുമ്പോൾ അച്ഛനെ പോടാന്നും ചേട്ടനെ എടാന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരാണ് അവർ, അവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കാണിക്കുന്നത് കിച്ചണിൽ ശൈത്യ ചായ ഇടുകയാണ്. അപ്പോൾ അതിൽ ശരത്തും അക്ബറും പുറകെ പോയി നിന്നിട്ട് ജിസേലിൻ്റെ പാവാടവള്ളികളാണ് ഞങ്ങളെന്നല്ല അതാരാണെന്നുള്ള രീതിയിലൊക്കെ ശൈത്യയുടെ വായിൽ നിന്ന് നിങ്ങളാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് പലതും പറയുന്നുണ്ട്. പക്ഷെ ശൈത്യം മിണ്ടാതിരിക്കുന്നുണ്ട്, ശൈത്യ പ്രവോക്ക് ആവുന്നില്ല. അപ്പോൾ ഇവർ ഡയറക്റ്റായി പോയി ചോദിക്കുകയാണ് ശൈത്യയോട്, ശൈത്യ ശരിക്കും ആരാണ് പാവാടവള്ളികൾ ജിസേലിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ ശൈത്യ പറയുന്നുണ്ട്, എനിക്കറിയില്ല, ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശൈത്യയോട് പറയുന്നത്, നീ ഭയങ്കര സുന്ദരിയാണ്, നീ ഭയങ്കര അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനാണോ എന്ന് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ ശൈത്യ പറഞ്ഞിട്ട് നിങ്ങളല്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആദില ചായ കുടിച്ച കപ്പ് വാങ്ങാൻ ശരത്ത് വരുന്നുണ്ട്. ശരത്ത് വന്ന ശേഷം വന്നിട്ട് പറയുന്നുണ്ട്, മതിയോ, ഇനി എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഇനി എന്താണുള്ളത്, പരിപ്പുവടയും ജിലേബിയൊക്കെ ഉണ്ടോ ഇവിടെ ചായക്ക് ചോദിക്കുന്നുണ്ട്. അതില്ല പറയുന്നത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ, അക്ബർ ഖാൻ്റെ ഗ്രൂപ്പിസും കുറച്ച് എടുത്തുകൊണ്ട് വരൂ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഇല്ല പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ, റെനാൻ്റെ ട്രൗസർ വള്ളി റെനാനെ പൊരിച്ചതുണ്ടോ, കുറച്ച് ഓയിലൊക്കെ കുറച്ച് ട്രൗസർ വള്ളി റെനാനെ പൊരിച്ചതുണ്ടെങ്കിൽ കുറച്ച് കൊണ്ടുവരൂ കഴിക്കാൻ. ഒരു കാര്യം ചെയ്യണം, ദഹനക്കാരനോട് പ്രത്യേകം പറയണേ, അല്ലെങ്കിൽ ദഹനക്കാരനെ ദഹിക്കൂല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായി കാണിച്ചതാണ് ഓനിയൽ, ഷാനവാസ്, അഭിലാഷ്. ഇവർ വലിയ പുള്ളികളാണെന്നാണ് ഇവരുടെ വിചാരം, ഭയങ്കര വലിയ ഗ്യാങ്ങാണ്, പുറത്ത് ഇവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്, ഈ മറ്റവരുടെ ഗ്യാങ് പൊളിക്കാനിരിക്കുന്നത് കൊണ്ട് എന്നാണ് ഇവരുടെ വിചാരം. അപ്പോൾ ഇവർ പറയണേ, ഇപ്പം തൽക്കാലം നമുക്ക് പെൺപിള്ളേരുടെ ഗ്യാങ്ങിനെ പിടിക്കണ്ട,
നോമിനേഷൻ ചെയ്യണ്ട, അതായത് നോമിനേഷൻ ചർച്ചയാണ് അവിടെ നടക്കുന്നത്, ചർച്ച ചെയ്യണ്ട, അവരിപ്പോൾ ഇവരിനെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും അവർ നമ്മളെ നോമിനേറ്റ് ചെയ്യാൻ പോകില്ല, ആ കൂട്ടത്തിലുള്ളവരെ അപ്പം നമുക്കും ആ കൂട്ടത്തിലുള്ളവരെ നോമിനേറ്റ് ചെയ്യാം. പെൺപിള്ളേരിനെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ചേർന്ന് അപ്പം നമ്മളും വലിയൊരു ഗ്രൂപ്പായില്ലേ എന്നുള്ള രീതിയിലൊക്കെ ഓണിയൽ പറഞ്ഞ് ഭയങ്കര എന്താ പറയുക, തലവൻ ഞാനാണ് ഗ്രൂപ്പ് ലീഡർ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അക്ബർ നോറനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്രിഡ്ജിലൊരു കേക്ക് ഉണ്ടെങ്കിൽ എടുത്ത് കട്ട് ചെയ്യായിരുന്നു. വായി തുറക്കാത്ത നോറ വായി തുറന്നു, സംസാരിച്ചു, സ്മാർട്ട് കുട്ടിയായി. ഇത്രയും സംസാരിക്കുന്ന അറിയില്ലായിരുന്നു, ഇത്രയും സംസാരിച്ചതിൽ സന്തോഷമായി എന്നുള്ള രീതിയിലൊക്കെ നോറനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇത്രയും സംസാരിക്കുന്ന കുട്ടീനെയാണോ അതില അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നോറ പറയുന്നുണ്ട്, എന്നെ ആരെങ്കിലുമൊക്കെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നോട്ടെ, എനിക്കെന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നുള്ള രീതിയിലൊക്കെ നോറയും ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അടുത്തത് ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒരു ചായ സൽക്കാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തൊരു ചായക്കട സെറ്റപ്പ് ആക്കിയിട്ട് അതിൽ ചായ, പരിപ്പുവട, പഴംപൊരി എല്ലാം ഉണ്ടായിരുന്നു. അവിടെയും പോയി നമ്മുടെ അനുമോൾ എന്താ ചെയ്യുന്നത്, അവരുടെ കൂടെ പോയി പഴംപൊരിയൊക്കെ പൊരിച്ചിട്ടും ഹോംലി ഗേൾ എന്ന് നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രം അങ്ങനെ വേണം പറയാൻ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ജിസേലിൻ്റെ മാസി മരിച്ചൊക്കെ ജിസേലിനെ വിളിച്ച് പറയുന്നുണ്ട്. പറഞ്ഞിട്ട് ജിസേൽ കൺഫെഷൻ റൂമിൽ തന്നെ ഇരുന്ന് കരയുന്നുണ്ട്. പുറത്ത് മീൻസ് കൺഫെഷൻ റൂമിൻ്റെ പുറത്തും ഇങ്ങോട്ട് വരുന്നില്ല, ഹൗസ് മേറ്റ്സുകളുടെ അടുത്തേക്ക് വരുന്നില്ല, അവിടെ ഇരുന്ന് കരഞ്ഞ് തീർത്ത് ആരിനെ വിളിച്ചൊന്ന് സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ് പുറത്തേക്ക് വന്നത്. അതൊരു ഗെയിമായി എടുത്തിട്ടുമില്ല ജിസേൽ, അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് കാണിച്ചത് ജയിലിലേക്ക് നമ്മുടെ അനുമോളിനെയും അനീഷിനെയും കൊണ്ടുപോയി അവിടെ ആക്കിയിട്ട് അവിടെയും ഈ പാരഡി പാട്ടാണ് അക്ബറിൻ്റെ. ശരിക്കും പറഞ്ഞാൽ പാട്ട് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇത് ഭയങ്കര അരോചകമാണ്. പാട്ടിനെ തന്നെ വെറുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഒരിക്കൽ പാടിയാൽ ഓക്കെ, രണ്ടാമത് പാടിയാൽ ഒരു എപ്പിസോഡിൽ തന്നെ എത്രത്തോളം ഈ പാരഡി കേൾപ്പിക്കുന്നുണ്ട്. അപ്പം ലൈവിൽ എത്രത്തോളം ഇത് കേൾക്കുന്നുണ്ട്, ഭയങ്കരമായി ഇറിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ തന്നെ. ആ രീതിക്ക് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പാടുന്നുണ്ട് അവർ. നമ്മുടെ അനുമോളിനെ കുറിച്ചിട്ടാണ് പാടുന്നത്. കൂതറക്ക് പര്യായമാണ് എന്നുള്ള രീതിയിലേക്കാണ് പാട്ട് പാടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജയിൽ ടാസ്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജയിൽ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ലേലു അല്ലു ഞങ്ങളെ തുറന്നു വിടൂ പ്ലീസ് എന്ന് സ്റ്റിക്കി നോട്ട്സിൽ എഴുതി ഒട്ടിക്കണം. ഒരെണ്ണം എഴുതി ഒട്ടിച്ചതിന് ശേഷമാണ് അടുത്തത് എഴുതി, അതായത് ഒരുമിച്ച് എഴുതിയിട്ട് പിന്നെ ഒട്ടിക്കാമെന്നല്ല, ഒരു പ്രാവശ്യം എഴുതി അത് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും അടുത്തതിൽ എഴുതി ഒട്ടിക്കുക. അതാണ് ജയിൽ ടാസ്ക്കായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇടയിൽ അനുമോൾ കരയുന്നുണ്ട്. കുറച്ച് സമയമൊക്കെ ആയപ്പോൾ അനുമോൾ കരയുന്നുണ്ട്. അപ്പോൾ കരയുമ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ കരയണേ, ഞാൻ എന്തെങ്കിലും ചെയ്തോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ കരയണേ, വെറുതെ ഇരുന്ന് കരയണേ, ഒരാവശ്യമില്ല. അപ്പോൾ അനീഷ് ചോദിക്കുമ്പോൾ അനുമോൾ പറയണേ, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മനെയും കാണണം എന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത്, അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യൂ, കിടന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷായി എണീക്കും, അപ്പോൾ ഒന്ന് ശരിയാവും, ഈ ഒരു മൈൻഡൊന്ന് മാറട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് 4:15 അനുമോൾക്ക് വാഷ്റൂം പോകണം എന്ന് നമ്മുടെ ബിഗ് ബോസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ്. അപ്പം ശരത്തിനെ വിളിച്ചിട്ട് ജയിലിലുള്ളവർക്ക് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ജയിലിൽ വാഷ്റൂമിൽ പോയി കഴിഞ്ഞിട്ട് ഈ അനീഷ് പോകുന്നുണ്ട്, ഒരാൾ പോയിട്ട് ഒരാൾ പോകുന്നത്. അപ്പോൾ അനുമോൾ കയറി വന്നിട്ട് അനീഷ് പോകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അനുമോൾ അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശരത്ത് ജയിലിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് അനുമോൾ ഒരു പാവനയും കൊണ്ടാണ് ജയിലിലേക്ക് പോയത്. ആ പാവന എടുത്തിട്ട് പുറത്തേക്ക് വലിച്ചിരുന്നിട്ട് പോയി എടുത്തുകൊണ്ട് വാ എന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ അനുമോൾ ആ പാവന എടുത്തിട്ട് അപ്പുറത്ത് പോയി ഇരുന്ന് അനീഷേട്ടൻ വന്നിട്ട് ഇനി ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുള്ളൂ പറയുന്നുണ്ട്. മൈക്കിടാൻ മറന്നിട്ടുണ്ട്. അപ്പം ബിഗ് ബോസ് പറയേണ്ട അനുമോൾ മൈക്കിടൂ പറയുന്നുണ്ട്. അപ്പം മൈക്ക് എടുത്തിട്ട് വരുമ്പോഴത്തേനും അനീഷും വന്നു. അതിനിടയിൽ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്, ഇനി മേലെ വർത്താനം സംസാരിക്കരുത്, കന്നന്തിൻ്റെ വർത്താനം പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് അനുമോളുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4:45 ആകുമ്പോഴത്തേനും ജയിൽ ടാസ്ക് അവർ തീർക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ ആയിരിക്കുന്നത്. എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.